ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പം നമ്മൾ ഓണാകുമ്പോഴത്തേക്ക് അവർക്ക് സദ്യയൊക്കെ. ഹലോ ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്തരാടമാണ്. ഉത്തരാടമായിട്ട് അതിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഹാപ്പി ഓണം. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, നമ്മൾ എല്ലാ വർഷവും ഉത്തരാടത്തിനും തിരുവോണത്തിനും ഒക്കെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിടുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ടപ്പേ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് പോകാം. ഓണമായിട്ട് രാവിലെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് അച്ഛതാ അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ വന്നിരിക്കുകയാണ് അച്ഛവിടെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മള് എന്താണ് അത്തം 10 ദിവസം ഇടാത്തത് കൊണ്ട് അത്തമൊന്നും ഇട്ടില്ല. എൻ്റെ ആ കുളം ഇവിടെ ഓട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി പുതിയ അന്ന് മീൻ വാങ്ങിച്ച ആ മീനെല്ലാം ഇവിടെ കൊണ്ടിട്ട് അല്ലേ അച്ചു? അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അത്തന്ന് രാത്രി സെറ്റ് ചെയ്യണം. തിരുവോണമായിട്ട് രാവിലെ ചെറിയൊരു അത്തം നമ്മൾ ഫിറ്റ് ഔട്ടിൽ ചെറിയൊരു അത്തം സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ അതാ അച്ചു സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റാക്കി സൈക്കിളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വെട്ടണം. പിന്നെ അമ്മ അവിടെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫുഡ് എല്ലാം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. എൻ്റെ നാട്ടിൽ ഓണപ്പരിപാടികളൊന്നുമില്ല. അല്ലെങ്കിൽ അവിട്ടത്തിൻ്റെ അന്ന് എല്ലാ പരിപാടിയായിട്ട് നല്ല മൈക്ക് സെറ്റും ഓണപ്പാട്ടും ഓണക്കളികളും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ്, ഓണം പരിപാടി. വളരെ മിസ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഈ സമയമായിട്ട് വീട്ടിൽ കാണത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണ സമയമായിട്ട് വീട്ടിലിരിക്കുന്നത്. ഓണത്തിൻ്റെ ഫീലൊന്നും കിട്ടുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതൊന്നും ഇല്ല. ഓണപ്പരിപാടി അല്ലെങ്കിൽ ഇവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലഹാരമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കുറച്ചേ ഉള്ളൂ, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആണ് കഴിക്കുന്നത്. മീൻസ് നമുക്ക് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ പെരുന്നാളാകുമ്പോൾ നമുക്ക് കുറേ വിഭവങ്ങൾ കൊണ്ടുതരും. നോമ്പ് സമയത്തൊക്കെ അവർ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ ഓണാകുമ്പോഴത്തേക്ക് അവർക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി ഈ പലഹാരമൊക്കെ കൊടുത്ത് അവർക്ക് ട്രീറ്റ് കൊടുക്കും. അതാണ് നമ്മളെ ഇവിടുത്തെ ഓണാഘോഷം. പിന്നെ വീട്ടിലെ ആഘോഷം ഇതാണ്. പിന്നെ പുറത്തോട്ടുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇപ്പം എല്ലാം മിസ് ചെയ്യുകയാണ്. ഒരു അനക്കമല്ലാണ്ട് റോഡിലൊക്കെ ഒരു അനക്കമില്ലാതെ ഇരിക്കുകയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം. ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയാണ്. അവിയൽ, ഇത് വെള്ള പച്ചടിയാണ്. പിന്നെ ഇത് പരിപ്പ്, ഇത് സാമ്പാർ, പുളിശ്ശേരി, ഇതിൻ്റെ രസവും ഇഞ്ചി. പിന്നെ ഇവിടെ നമ്മളെ ആച്ചാറൊക്കെ ഇവിടെ മുമ്പേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനി പപ്പടം പൊരിക്കണം, പായസം ഉണ്ടാക്കണം. അങ്ങനെ അമ്മ ഇവിടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല വെട്ടാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ഇല ഉണ്ട്, നമുക്ക് സെറ്റാക്കണം. നമ്മൾ അങ്ങനെ കുറച്ച് ഇല കളക്ട് ചെയ്ത് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇല കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിക്കൊക്കെ പോകണം. ഇനി ഫുഡ് കഴിക്കുന്ന ചടങ്ങിലോട്ട് പോവാം. അച്ഛൻ ഇവിടെ കഴിക്കാനായിട്ട് കൊതിയൊരിക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് വേണം അച്ഛൻ്റെ അംഗം തുടങ്ങാൻ, അല്ലേ അച്ചു? പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ വീട്ടോ. വയറ് ഫുള്ളായിപ്പോയി. കുറേ ആളായി ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട്. മുമ്പ് കല്യാണമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കഴിക്കുമായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ എഴുന്നേൽക്കാനായി ഇവിടെ ഇരിക്കുന്നു. ഇനി ഒരു ചെറിയ ഉറക്കം. അത് കഴിഞ്ഞ് വൈകിട്ട് വിളക്കൊക്കെ കത്തിക്കും. ഇനി നമുക്ക് അത് കാണാം. ഗൈസ്, അപ്പം നമ്മൾ വിളക്കെത്തിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ കുളിച്ച് കുട്ടപ്പനായി ഇവിടെ വന്നിരിക്കുകയാണ്. ചേച്ചി അവിടെ വിളക്കൊക്കെ ഒരുക്കി വെച്ച് ഇനി അത് കത്തിക്കുന്ന ചടങ്ങാണ്. ഉത്തരാടായതുകൊണ്ട് വലിയ വിളക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിലൊക്കെ നമ്മൾ വിളക്കെത്തിച്ച് ഇന്നത്തെ പരിപാടി അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്തം ഇടാൻ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വിളക്കൊരുക്കി വെച്ചേക്കുന്ന അങ്ങോട്ട് പോവാം.
ഗൈസ്, അപ്പൊ നമ്മളെ ഉത്തരാടത്തിന്റെ വിളക്കും കാര്യങ്ങളും എല്ലാം കത്തിച്ച് അമ്മ അവിടെ ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ട്. അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അത്തടാൻ പോവുകയാണ്. അതിന്റെ വീഡിയോസ് എല്ലാം നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഉത്തരാടത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.